ഈ കഥ തുടങ്ങുന്നത് ജപ്പാനിലെ തായ്ഷു കാലഘട്ടത്തിലാണ്. പർവ്വത പ്രദേശത്ത് കുടുംബത്തോടൊപ്പം താമസിക്കുന്ന ദയാലുവായ ഒരു ആൺകുട്ടിയാണ് തൻജിറോ കമാഡോ. അച്ഛന്റെ മരണശേഷം കരിവിറ്റ് കുടുംബം പുലർത്തുന്ന ഉത്തരവാദിത്തം തൻജിറോയ്ക്കാണ്. പതിവ് പോലെ കരിയുമായി പട്ടണത്തിലേക്ക് പോകാൻ നേരം സഹോദരങ്ങളെ വിളിച്ച് സഹോദരങ്ങൾക്കും കൈയും പലഹാരവുമായി വരാമെന്ന് പറഞ്ഞുകൊണ്ട് തൻജിറോ പട്ടണത്തിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ പട്ടണത്തിൽ ചെന്ന് കരിയും വിറ്റ് തന്റെ സഹോദരങ്ങൾക്ക് മിഠായിയും വാങ്ങി തൻജിറോ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോഴേക്കും നേരം ഒരുപാട് വൈകി, രാത്രിയായി. വരുന്ന വഴിയിൽ ഒരു വൃദ്ധൻ തൻജിറോയെ തന്റെ വീട്ടിൽ തന്നെ നിർബന്ധിച്ചു. രാത്രിയിൽ പുറത്തിറങ്ങിയാൽ രാക്ഷസന്മാർ പിടിക്കുമെന്നും അദ്ദേഹം തൻജിറോയ്ക്ക് മുന്നറിയിപ്പ് നൽകി. നേരം വെളുത്തതും വൃദ്ധനോട് യാത്ര പറഞ്ഞ് തൻജിറോ തന്റെ വീട്ടിലേക്ക് യാത്രയായി. തന്റെ സഹോദരങ്ങൾ ചോരയിൽ മുങ്ങി കിടക്കുന്നു. അത് കണ്ട് തൻജിറോ അലറി വിളിച്ചു. തന്റെ സഹോദരങ്ങളുടെ അടുക്കലേക്ക് കൂടി. തൻജിറോ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോഴാണ് തന്റെ സഹോദരിക്ക് ചെറിയൊരു അനക്കം കാണുന്നത്. എത്രയും വേഗം തന്റെ സഹോദരിയെ രക്ഷിക്കണമെന്ന് കരുതിയ തൻജിറോ തന്റെ സഹോദരിയും ഹോസ്പിറ്റലിലേക്ക് ഓടി. പോകുന്ന വഴിമധ്യേ തന്റെ സഹോദരിയായ നെസുക്കോ ഒരു രാക്ഷസിയായി രൂപം പ്രാപിക്കുകയായി. രാക്ഷസിയായി മാറിയ നെസുക്കോ തൻജിറോയെ ആക്രമിക്കാനായി പാഞ്ഞെടുത്തു. ആക്രമിക്കുന്നതിനിടയിൽ തന്റെ സഹോദരിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് കണ്ട തൻജിറോയ്ക്ക് മനസ്സിലായി തന്റെ സഹോദരിയുടെ ഉള്ളിലെ മനുഷ്യത്വം പൂർണ്ണമായി നശിച്ചിട്ടില്ല എന്ന്. അപ്പോഴാണ് കിയോ ടൊമിയോക്കയുടെ രംഗപ്രവേശനം. രാക്ഷസന്മാരെ കൊല്ലുന്ന വില്ലാളി വീരൻ കിയോ ടൊമിയോക്ക എന്ന ഡെമൺ സ്ലെയർ അവിടെ എത്തുന്നത്. തന്റെ സഹോദരി ഒരു പാവമാണെന്നും തന്റെ സഹോദരിയെ കൊല്ലരുതെന്നും തൻജിറോ കേണപേക്ഷിക്കുകയാണ്. തൻജിറോയുടെ ധൈര്യവും സഹോദരിയോടുള്ള സ്നേഹവും കണ്ട കിയോ അവരെ കൊല്ലുന്നതിന് പകരം സാക്കോജി എന്ന മാസ്റ്ററെ പോയി കാണാൻ നിർദ്ദേശിച്ചു. തന്റെ കുടുംബത്തെ കൊന്ന രാക്ഷസനെ കണ്ടെത്താനും സഹോദരിയെ വീണ്ടും മനുഷ്യനാക്കാനുമുള്ള തൻജിറോയുടെ പോരാട്ടം ഇവിടെ തുടങ്ങുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. പ്രിയ കൂട്ടുകാരെ, ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും നൽകണേ.